വിശദമായ വാർത്തകളിലേക്ക്. ആലപ്പുഴ ജില്ലയിൽ വെസ്റ്റ് നൈൽ പനി സ്ഥിരീകരിച്ചു. രോഗം സ്ഥിരീകരിച്ചത് ഹരിപ്പാട് തൃക്കുന്നപ്പുഴയിൽ. വിശദാംശങ്ങളുമായി മനീഷ് ഐഷ മാത്യു ചേരുന്നു. മനീഷ്, ഈ വെസ്റ്റ് നൈൽ പനി എന്നാൽ എന്താണ്? ആരോഗ്യ വിദഗ്ധർ എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് വിശദീകരിക്കുന്നത്? ലക്ഷ്മി, ക്യൂലെക്സ് കൊതുകുകൾ പരത്തുന്ന ജപ്പാൻ ജ്വരത്തിനോട് സമാനമായ രീതിയിലുള്ള ലക്ഷണങ്ങളുള്ള പനിയാണ് ഈ വെസ്റ്റ് നൈൽ പനി എന്ന് പറയുന്നത്. ഇത് പ്രധാനമായും പരത്തുന്നത് ക്യൂലെക്സ് കൊതുകുകൾ തന്നെയാണ്. ഇതിൽ ഈ ജപ്പാൻ ജ്വരത്തിനോട് സമാനമായ തരത്തിലുള്ള രോഗലക്ഷണങ്ങളൊക്കെ തന്നെയാണ് ഇതിനുമുള്ളത്. പ്രധാനമായും തലവേദന, പനി, പേശിവേദന, തലചുറ്റൽ, ഓർമ്മ നഷ്ടപ്പെടൽ തുടങ്ങിയവയാണ് ഇതിന്റെ പ്രധാന രോഗലക്ഷണങ്ങൾ. എന്നാൽ ജപ്പാൻ ജ്വരത്തെ സംബന്ധിച്ചിടത്തോളം നോക്കുമ്പോൾ ഇതിന്റെ മരണനിരക്ക് കുറവാണ്. നിലവിൽ ഈ ഹരിപ്പാടാണ് ഇത്തരത്തിൽ ഈ ഒരു പനി സ്ഥിരീകരിച്ചിട്ടുള്ളത്. ഇതിൽ ജാഗ്രത നിർദ്ദേശം ആരോഗ്യവകുപ്പ് നൽകിയിട്ടുണ്ട്. പ്രധാനമായും കൊതുകുകളെ നശിപ്പിക്കുക എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രതിരോധ പ്രവർത്തനമായി ചെയ്യാൻ സാധിക്കുക. കൊതുകുകൾ വളരാനുള്ള സാഹചര്യങ്ങളെല്ലാം ഒഴിവാക്കണമെന്നാണ് നിലവിൽ ആരോഗ്യവകുപ്പിന് നിർദ്ദേശമുള്ളത്. ഈ ഒരു പനിയെ സംബന്ധിച്ചിടത്തോളം ഭയപ്പെടേണ്ട കാര്യമില്ല, എന്നാൽ ജാഗ്രത പുലർത്തണമെന്നുള്ളതാണ് നിലവിൽ ആരോഗ്യവകുപ്പ് നൽകുന്ന നിർദ്ദേശം. ലക്ഷ്മി, ആലപ്പുഴ ജില്ലയിൽ വെസ്റ്റ് നൈൽ പനി സ്ഥിരീകരിച്ചിരിക്കുന്നു. രോഗം സ്ഥിരീകരിച്ചത് ഹരിപ്പാട് തൃക്കുന്നപ്പുഴയിലാണ്. വലിയ തോതിൽ ആശങ്കപ്പെടേണ്ടതില്ലെങ്കിലും ജാഗ്രത പുലർത്തണമെന്ന് ആരോഗ്യവകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നു. മനീഷ് ഐഷ മാത്യു ആണ് വിശദാംശങ്ങൾ നൽകുന്നത്.